പെട്ടെന്നൊരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് ഒരു ലെറ്റർ വന്നു. അതും അലിക്ക് വന്നു. ഞങ്ങൾ വിചാരിച്ചപ്പോൾ അലിക്കാരെ ലെറ്ററൊക്കെ എഴുതാനുള്ളതെന്ന്. പിന്നെ തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ CP സാലി സാറിൻ്റെ വക ഇവർക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് എന്തോ ആദരവൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേക 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫാമിലിനെ കൊണ്ടുവരണമെന്നും പിന്നെ അതിൽ അതിഥികളായിട്ട് കുറച്ച് സെലിബ്രിറ്റീസാണ് വരണമെന്ന്. അതറിഞ്ഞ പിന്നെ ഞാൻ വെറുതെ ഇരിക്കും. ഞങ്ങളൊരു കല്യാണത്തിനുള്ള ആൾക്കാർ പോലെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ട്രാക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. 2:30 പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ എത്താന്ന് വെച്ചാൽ 2 മണിക്ക് ഞങ്ങൾ വന്നു. പക്ഷേ അവിടെ അപ്പോഴേക്കും ഞങ്ങളല്ലാത്ത ബാക്കി എല്ലാ ആൾക്കാരും വന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മേലെ കൂടെ പോകുന്ന ഈ സംഭവം ഇതായിരുന്നു ഇവിടുത്തെ മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും കൂടെ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ അതിഥികളായിട്ട് വന്നുകൊണ്ടിരുന്നു. പിന്നെ മെയിനായിട്ട് ഗസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾ അറിഞ്ഞിരുന്നത് കാവ്യമാധനും കുഞ്ചാക്കോ ഭവനും ആയിരുന്നു. 1200 കുട്ടികൾക്കാണ് അവിടെ പ്രൈസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കൂടാണ്ട് 100% വിജയം നേടിയിട്ടുണ്ടായിരുന്ന സ്കൂളുകൾക്കും പ്രൈസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാളിൻ്റെ ഉള്ളിൽ കുറേ പേര് ഇരിക്കുന്നുണ്ട്. അതുകൂടാണ്ടാണ് പുറത്ത് നിറച്ച ആൾക്കാരുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്ക്രീനിൽ കൂടെയാണ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ മാതിരി കുഞ്ചാക്കോ ഭവനെയും കാവ്യമാധനും മാത്രമേ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നോക്കുമ്പോൾ മനോജ് KJ പിന്നെ റഹ്മാനും ഇവരൊക്കെ ഉണ്ടായിരുന്നു അതിഥികളായിട്ട്. ഇവരൊന്നും കൂടാണ്ട് ന്യൂസിൽ മാത്രം ഞാൻ കണ്ടിരുന്ന കുറച്ച് മന്ത്രിമാരും അവരൊക്കെ ഉണ്ടായിരുന്നു. സംഭവം ഒരു വലിയ പരിപാടിയായിരുന്നു കേട്ടോ. എന്തായാലും അതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷം. ഇതും പോരാണ്ട് യൂട്യൂബിൽ കുറച്ച് മീഡിയാസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നീലക്കുയിലും പച്ചക്കുയിലും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. നീലക്കുയിലത്തെ മറ്റേ തൊപ്പി വെച്ച ചേട്ടനില്ലേ, ആ ചേട്ടനൊക്കെ ഞാൻ അവിടെ കണ്ടു. ഞാൻ അവർക്കൊക്കെ കുറേ ചീത്തൊക്കെ കിട്ടും. അവരൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ചീത്തകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരുടെ പ്രസംഗവും കാര്യങ്ങളും ഉദ്ഘാടന ചടങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്കൂളിന്, അതായത് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന AVPM SNDP HSS കഴിമ്പുറം സ്കൂളിന് 100% വിജയത്തിൻ്റെ ഭാഗമായിട്ട് അവർക്കും പ്രൈസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടീച്ചർമാരൊക്കെ വന്നിട്ടാണ് വാങ്ങിക്കുന്നത്. ഇപ്പം ഞങ്ങൾ അവിടെ പഠിക്കുന്നില്ലെങ്കിലും അത് ഞങ്ങളുടെ സ്കൂളാണല്ലോ. അപ്പോൾ ഞാൻ വേഗം അവരെ കണ്ടപ്പോൾ വേഗം തന്നെ വീഡിയോ എടുക്കുക കേട്ടോ. വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ചാക്കോച്ചൻ വന്നില്ലല്ലോ എന്നാണ് ഞാനിരുന്ന് നോക്കിയിരുന്നത്. പിന്നെ അവർ വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇടയിലാണ് കയറി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പിഷാരടിയും ഉണ്ടായിരുന്നു കേട്ടോ. ചാക്കോച്ചൻ ഒറ്റയ്ക്കായിരുന്നില്ല. അപ്പോൾ അവർ വേറെ എവിടേക്കോ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നതാണ് ചെയ്തത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടും ഈ 2 ക്ഷമകൾ ഞാൻ എന്തായാലും ചോദിക്കുകയാണ്. ഒരുപാട് സന്തോഷം. കാരണം ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രിയപ്പെട്ടവരുടെ കൂടെയുള്ള ഒരു ഒത്തുചേരലും കൂടിയാണ്. ഭാവി തലമുറയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നവരെ അങ്ങനെ മെയിനായിട്ടുള്ള കുറേ പ്രസംഗങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ശേഷം നമ്മളെ ലഹരി വിമുക്ത കേരളത്തിന് എന്നുള്ള രീതിക്ക് അവർ ഒരു പ്രതിജ്ഞയൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. ചാക്കോച്ചനാണ് ചൊല്ലി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനും ശേഷമായിരുന്നു പിള്ളേർക്കുള്ള സമ്മാനദാനം ഉണ്ടായിരുന്നത്. അപ്പോൾ 1200 കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ 2 മണിക്ക് വന്നാൽ ഞങ്ങൾ പിന്നെ ഒരു 8 മണി 7:30 ആ സമയത്തൊക്കെയാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവർ നല്ല രീതിയിൽ ഇതൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും സംഭവങ്ങളാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്.